ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൺ ലൈഫ് ബൈ ലെച്ചൂസ്. ഇന്നത്തെ ഈ കുട്ടി ഗണപതിനെ മേക്ക് ഓവർ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. 19 വർഷമായിട്ട് എൻ്റെ വീട്ടിലുള്ളൊരു കുട്ടി ഗണപതിയാണ് ഇത്. അപ്പോൾ വീട് പെയിൻ്റ് അടിക്കണതിൻ്റെ ഭാഗമായിട്ട് ഇത് മാറ്റിയൊക്കെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് ആകെ പൊടിയും അഴുക്കൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊന്ന് തേച്ച് ഉരച്ചെടുത്ത് ഒന്ന് പെയിൻ്റൊക്കെ അടിച്ച് വെക്കാമെന്ന് വിചാരിച്ചത്. ഞാൻ കാണിക്കുന്ന പോലെ കാണിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് രാമൻ ഇരിപ്പുണ്ട്. രാമൻ്റെ കൈകളാണ് നിങ്ങളെ കണ്ടത്. അപ്പോൾ നമുക്കിതിനൊന്ന് കഴുകി എടുത്ത് വൃത്തിയാക്കി കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കഴുകി വൃത്തിയായി തുടച്ചൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൺഫ്യൂഷനിലായിരുന്നു, ഗോൾഡൻ പെയിൻറ്റ് മാത്രം അടിച്ചാൽ മതിയോ, വാലിലേക്ക് ഗ്രീൻ പെയിൻറ്റ് അടിക്കണം. പിന്നെ ഞാൻ ഓർത്തു വേണ്ട, ഗോൾഡൻ പെയിൻറ്റ് തന്നെ മതി, എല്ലാം ഒരേ സെയിം കളർ തന്നെ ആയിക്കോട്ടെ, അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നി. അപ്പോൾ നമുക്ക് നോക്കാം. രാമൻ്റെ പാട്ട് കേട്ടിട്ട് എന്ത് തോന്നി? നല്ലതാണെങ്കിൽ പറയണേ. അവനിത് കണ്ടപ്പോൾ വെറുതെ ഇങ്ങനെ ഓരോന്ന് പാടിയതാണ്. അപ്പം ഞാൻ പാടിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഒരു പെയിൻ്റ് അടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാമൻ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വർത്തമാനം പറയുന്നുണ്ട്. ഞാനപ്പോൾ ഇതിൽ മര്യാദക്ക് അങ്ങനെ പെയിൻറ്റ് ആകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഡബിൾ കോട്ടൊക്കെ കൊടുക്കേണ്ടി വരും എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും പെയിൻ്റൊക്കെ അടിച്ച് ഉണക്കിയൊക്കെ എടുത്ത് വരുമ്പോൾ എങ്ങനെയായിരിക്കണം നമുക്ക് നോക്കാമല്ലേ. അങ്ങനെ ഇത് ഓൾമോസ്റ്റ് പെയിൻ്റ് അടിയൊക്കെ തീരാനായിട്ടുണ്ട്. അങ്ങനെ ഇന്ന് നല്ല വെയിലുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ടെറസിൻ്റെ മുകളിൽ കൊണ്ടേ വെച്ച് ഉണക്കിയെടുത്ത് വന്നപ്പോൾ ഇതേ ഇങ്ങനെയാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇനി പെയിൻ്റ് അടിക്കണ്ട. അപ്പോൾ ഇതേ ആളെ കൊണ്ട് നേരെ അങ്ങനെ മതിലിൽ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണേ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൺ ലൈഫ് ബൈ ലെച്ചൂസ്. ഇന്നത്തെ ഈ കുട്ടി ഗണപതിനെ മേക്ക് ഓവർ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. 19 വർഷമായിട്ട് എൻ്റെ വീട്ടിലുള്ളൊരു കുട്ടി ഗണപതിയാണ് ഇത്. അപ്പോൾ വീട് പെയിൻ്റ് അടിക്കണതിൻ്റെ ഭാഗമായിട്ട് ഇത് മാറ്റിയൊക്കെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് ആകെ പൊടിയും അഴുക്കൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊന്ന് തേച്ച് ഉരച്ചെടുത്ത് ഒന്ന് പെയിൻ്റൊക്കെ അടിച്ച് വെക്കാമെന്ന് വിചാരിച്ചത്. ഞാൻ കാണിക്കുന്ന പോലെ കാണിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് രാമൻ ഇരിപ്പുണ്ട്. രാമൻ്റെ കൈകളാണ് നിങ്ങളെ കണ്ടത്. അപ്പോൾ നമുക്കിതിനൊന്ന് കഴുകി എടുത്ത് വൃത്തിയാക്കി കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കഴുകി വൃത്തിയായി തുടച്ചൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൺഫ്യൂഷനിലായിരുന്നു, ഗോൾഡൻ പെയിൻറ്റ് മാത്രം അടിച്ചാൽ മതിയോ, വാലിലേക്ക് ഗ്രീൻ പെയിൻറ്റ് അടിക്കണം. പിന്നെ ഞാൻ ഓർത്തു വേണ്ട, ഗോൾഡൻ പെയിൻറ്റ് തന്നെ മതി, എല്ലാം ഒരേ സെയിം കളർ തന്നെ ആയിക്കോട്ടെ, അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നി. അപ്പോൾ നമുക്ക് നോക്കാം. രാമൻ്റെ പാട്ട് കേട്ടിട്ട് എന്ത് തോന്നി? നല്ലതാണെങ്കിൽ പറയണേ. അവനിത് കണ്ടപ്പോൾ വെറുതെ ഇങ്ങനെ ഓരോന്ന് പാടിയതാണ്. അപ്പം ഞാൻ പാടിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഒരു പെയിൻ്റ് അടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാമൻ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വർത്തമാനം പറയുന്നുണ്ട്. ഞാനപ്പോൾ ഇതിൽ മര്യാദക്ക് അങ്ങനെ പെയിൻറ്റ് ആകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഡബിൾ